ആ ഒരു പീരീഡിൽ ഇപ്പം ഞാനും ശ്രീനിവാസൻ സത്യനന്ദിക്കാട് ചെയ്ത സിനിമകളൊക്കെ അന്നത്തെ കാലത്ത് ഒത്തിരി റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. ഒരു പെട്ടെന്നൊരു ബസ് വാങ്ങിക്കുന്ന ഒരാളുടെ കഥ, അതൊക്കെ സത്യസന്ധമായ കഥയാണ്. ഇപ്പം അതൊക്കെ മാറി, തൊഴിലില്ലായ്മ ഇപ്പോഴങ്ങനെ ഒന്നുമില്ല. അപ്പം നമ്മൾ ആ കാലത്ത് നമ്മുടെ നാടിൻ്റെ പ്രോബ്ലം ക്യാരക്ടേഴ്സ് കിട്ടുന്നില്ല. ഇപ്പം തൊഴിലില്ലാത്തൊരു വിജയനെയും ദാസനെയും ആരും മറക്കില്ല. അങ്ങനത്തെ ക്യാരക്ടർ ഇനി എന്തിനാ കിട്ടുന്നത്? അല്ല, അങ്ങനത്തെ അല്ല, അതുപോലത്തെ ജീവിതഗന്ധിയല്ല എന്ന് ചിലരൊക്കെ വിമർശിക്കുന്നു. ഇപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ആക്ടർക്ക് അയാളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് നല്ല റോളുകൾ കിട്ടുക എന്നുള്ളത്. അത്തരം ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. എനിക്ക് പത്മരാജൻ്റെ സിനിമകൾ ചെയ്യാൻ പറ്റി, ഭരതൻ്റെ സിനിമകൾ ചെയ്യാൻ പറ്റി, അരവിന്ദൻ്റെ സിനിമകൾ ചെയ്യാൻ പറ്റി, സത്യനന്ദിക്കാട്, പ്രിയദർശൻ, അന്ന് ആൾക്കാരിലേക്ക്. പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് അത്രയും ടാലൻ്റുള്ള കുട്ടികൾ തന്നെയാണ്, പക്ഷേ അവർക്ക് അതിനുള്ള ഡയറക്ടേഴ്സിനെ കിട്ടുന്നില്ല, അത്തരം സിനിമകൾ ഉണ്ടാക്കാനുള്ള കഥകൾ കിട്ടുന്നില്ല, അത്തരം സിനിമകൾ എഴുതുന്ന ആൾക്കാരെ കിട്ടുന്നില്ല. അത് ഒരു സൈക്കിൾ തന്നെയാണ്. എനിക്ക് ഒരു ക്ലെൻസിങ് പീരീഡ് ആയിരുന്നു കഴിഞ്ഞ കുറേ നാൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ശക്തമായ സിനിമകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്രീ മോഹൻലാൽ തന്നെ ഒരു ഇൻ്റർവ്യൂ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് ഫ്രണ്ടിലോട്ട് പ്ലാൻ ചെയ്യാത്ത വ്യക്തിയാണ്. അതെ, അതെങ്ങനെയാണ് ഇത് രണ്ടും? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, സിനിമയുടെ പ്ലാനിങ് എന്ന് പറയുന്നത് വേറെയാണ് അല്ലേ. അതിന് പ്ലാനിങ് എന്ന് പറയുന്ന പല സിനിമകളും ഉണ്ടാകുന്ന ഒരു കഥയില്ലാതെയാണ്. ഞാൻ എത്രയോ സിനിമകൾ കഥയില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്, സ്ക്രിപ്റ്റ് ഇല്ല. ഇതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ് അഭിനയിക്കുന്നത്, എന്തിനാണെന്ന് അവരെടുത്ത് ചോദിക്കണം. ഞാൻ പറയട്ടെ, വളരെ ഇപ്പം സിനിമകൾ അങ്ങനെ ആയിരുന്നു ഒരു കാലത്ത് അല്ലേ. എത്രയോ സിനിമകൾ, ചില സിനിമകൾ അങ്ങനെ ഉണ്ടായിട്ട് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പിന്തുടർച്ച പോലെ അത്തരം സിനിമകളിലേക്ക്. പക്ഷെ അതിൽ നിന്ന് നമ്മളെല്ലാവരും ചേർന്നാണ് മാറേണ്ടത്. അല്ല, ഇപ്പം ലാലേട്ടനോട് 2 സിനിമ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് സെറ്റ് ഒക്കെ തന്നെ എല്ലാവരും പറയുമെന്ന് പറഞ്ഞാൽ, എന്തൊക്കെ പറഞ്ഞാലും പുള്ളി വളരെ പേഴ്സണലാണ്, ഫ്രണ്ട്ലിയാണ്, ആരോടും വളരെ സൗഹാർദ്ദപരമായിട്ട് ഇടപെടും, നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരെ അപ്രോച്ച് ചെയ്യാം, ഈ ഒട്ടും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അഹംഭാവങ്ങളില്ല, ഇങ്ങനൊരു കാര്യമാണ് പറയുന്നത്. പക്ഷേ പലപ്പോഴും പുതിയ ജനറേഷനിലെ താരങ്ങൾ അത്ര ഒരു ക്വാളിറ്റി അവരിലില്ല, ഇംബൈബ് ചെയ്യുന്നില്ല എന്നൊരു വിമർശനം പലരെക്കുറിച്ചുമുണ്ട്. എന്ത് പറയുന്നത് പുതിയ നമ്മുടെ താരങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ പുതിയൊരു യങ്ങർ ജനറേഷൻ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, അവരെക്കുറിച്ച് എന്ത്? അല്ല, അത് വളരെ പേഴ്സണലാണ്. ഇതൊരു ക്വാളിറ്റി ഓഫ് സോൾ എന്ന് പറയുന്നത് അല്ലേ. ഒരു സോളിൻ്റെ ക്വാളിറ്റി നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും വളർന്നത് ഭംഗിയായിക്കൊണ്ടാണ് ഇരിക്കേണ്ടത്. അതിനെ വളർത്താൻ നമ്മൾ ശ്രമിക്കുക അല്ലേ. ഒരാളോട് വഴക്കുണ്ടാക്കാതിരിക്കുക, അല്ലെങ്കിൽ പിന്നെ ഒരാളോട് നല്ല സൗഹൃദമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിനെ മറ്റേവരിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് ദേഷ്യമായിട്ട് മാറുന്നത് അല്ലേ. നമുക്കൊരു കാര്യം, നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം കിട്ടിയില്ല, അത് നമ്മളെന്തിനാ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അത് പുതിയ തലമുറയെക്കുറിച്ച് നമ്മൾ അങ്ങനെ പറയുന്നില്ല. കാര്യം നമ്മളിവിടെ എല്ലാവരും പുതിയ തലമുറ. പിന്നെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ മോൻ എൻ്റെ കൂടെ അഭിനയിക്കുന്ന എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ 2 ജനറേഷൻ കഴിഞ്ഞു. അപ്പോൾ ആ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്ന ഒരു വാക്കായാലും അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. വി ഷുഡ് ബി നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ സോളിൻ്റെ ക്വാളിറ്റി. ആ സൗഹാർദ്ദം വളരെ കോസ്റ്റ്ലി ആയി തോന്നിയിട്ടുണ്ടോ? കാര്യം പലപ്പോഴും ഒരുപാട് പേര് പറയുന്നതാണ്, അദ്ദേഹം പേഴ്സണൽ ഇതിന് സിനിമകൾ സൈൻ ചെയ്യാറുണ്ട്, സ്വന്തം അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ വെരി പേഴ്സണൽ ആണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഒരാൾ നല്ല ക്വാളിറ്റിയാണ്, അത് കോസ്റ്റ്ലി ആയി പലപ്പോഴും തോന്നിയിട്ടുണ്ടോ? നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് അല്ലേ. അല്ലാതെ ഇപ്പോൾ ഒരു സിനിമ, ഏത് ആൾക്കാർ സിനിമ എടുക്കുമ്പോഴും ഇത് 100 ദിവസം ഓടണേന്ന് പറഞ്ഞിട്ടാണ് സിനിമ എടുക്കുന്നത്, ഒന്നുമില്ലാതെ. നമ്മളതുപോലെ ഈ സിനിമ നന്നായിട്ട് പോകണേന്നാണ്. പിന്നെ ഇതിനൊരു ജാതകം ഉണ്ടാവും, ഒരു കുട്ടി പോലെയാണ്. കുറച്ച് കഴിയുമ്പോൾ ചീത്തയായി പോകും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നന്നാകും.